قد جاءكم من الله نور وكتاب مبين قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم وقال ربكم ادعوني أستجب لكم നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു വഖാല റബ്ബുക്കും ഉദ്ഉനി നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ഉദ്ഉനി നിങ്ങൾ എന്നെ വിളിക്കൂ അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ നമ്മൾ മടി കാണിക്കാൻ പാടില്ല. മറ്റുള്ള ആളുകളുടെ മുന്നിൽ കൈനീട്ടുന്നതിനും ചോദിക്കുന്നതിനും അതിനുവേണ്ടി മെസ്സേജ് അയക്കുന്നതിനും നമുക്കൊരു നാണവുമില്ല, ലജ്ജയുമില്ല. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാൻ നമ്മൾ മടി കാണിക്കുന്നു, അതിനെക്കുറിച്ച് അശ്രദ്ധരാകുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക, അള്ളാഹു ഉത്തരം നൽകും. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ, അതല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ, റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ് ചോദിക്കേണ്ടത്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ചില വാക്കുകൾ പറഞ്ഞു തരട്ടെ. ആ വാക്കുകൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സീർ പർവ്വതത്തോളം, സീർ എന്ന് പറഞ്ഞാൽ യമനിലുള്ള ഒരു പർവ്വതമാണ്, ആ പർവ്വതത്തോളം ദീനാറുകൾ നിങ്ങളുടെ മേൽ കടമുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വീട്ടി തരുന്ന ഒരു ദുആ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്ന ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് അലി റളിയല്ലാഹുവിന്റെ കൂടെയുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏതാണ് ആ കലിമ? അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുവേ, നിന്റെ ഹലാല് കൊണ്ട് ഹറാമിൽ നിന്നും എന്നെ മതി വരുത്തണേ. അല്ലാഹുവേ, ഹലാല് മാത്രം മതിയായവനായി എന്നെ മാറ്റണേ, ഹറാം എനിക്ക് ആവശ്യം വരുത്തരുതേ. വഅഗ്നിനി ബിഫദ്ലിക, അല്ലാഹുവേ നിന്റെ ഫദ്ല് കൊണ്ട് എനിക്ക് ധന്യത തരണേ. അമ്മൻ സിവാക്ക്, വേറൊരാളോട് ചോദിക്കുന്ന അവസ്ഥ എനിക്കുണ്ടാകരുത് റബ്ബേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി, ആ കലിമകൾ പറയാൻ വേണ്ടി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മറ്റൊരു ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അഹമ്മി വൽ ഹസൻ വൽ അജസി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബ്ൻ വദലഇ ദൈൻ വഖഹ്രി റിജാൽ. അല്ലാഹുവേ, ഞാൻ നിന്നോട് വിഷമത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, തളർച്ചയിൽ നിന്നും ദൗർബല്യത്തിൽ നിന്നും അതുപോലെ തന്നെ മടിയിൽ നിന്നും ഞാൻ അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഭീരുത്വത്തിൽ നിന്നും പേടിയിൽ നിന്നും അതുപോലെ തന്നെ പിശുക്കിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വദലഇ ദൈൻ, കടത്തിന്റെ കുരുക്കിൽ നിന്നും, വഖഹ്രി റിജാൽ, ആളുകൾ എൻ്റെ മേൽ വരുന്നതിൽ നിന്നും, ആളുകൾ എന്നിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നുവെന്ന് ഉള്ള ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരിക്കൽ അസ്മാ റളിയല്ലാഹു അൻഹ അവർ ഇരിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റി തരുന്ന ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വളരെ എളുപ്പമാണ്. അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ. അല്ലാഹു അല്ലാഹ് 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 അവൻ്റെ റബ്ബാകുന്നു, അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്നതാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്ന മറ്റൊരു ദുആ ആണ് ദുന്നൂൻ, മീനിന്റെ മത്സ്യത്തിന്റെ ആളുടെ, അതായത് യൂനുസ് അലൈഹിസ്സലാമിന്റെ ദുആ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീ അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല. ഇന്നി കുൻതു മിനൽ ളാലിമീൻ സുബ്ഹാനക, നീ ഏറ്റവും പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി എന്ന് ദുആ ചെയ്ത ആ ദുആ, അല്ലാഹുവിനോടുള്ള ദുആ നമ്മൾ ശീലമാക്കുക.